ഹായ് ഫ്രണ്ട്സ്, വളരെ എളുപ്പത്തിൽ അത് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ട് വർക്കാണിത്. ബോട്ടൽ ആർട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ വെറുതെ നമ്മൾ വേസ്റ്റാക്കി കളഞ്ഞിരുന്ന ഒരു ബോട്ടലാണ് ഞാൻ കഴുകി വൃത്തിയാക്കി. അത് ബോട്ടൽ വെറും അതായത് ഈ ക്രിസ്റ്റൽസ്, ഗ്ലാസ് ക്രിസ്റ്റൽസിൻ്റെ ഡെക്കറേഷന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഏറ്റവും മുകളിൽ ഈ ബോട്ടലിൻ്റെ ഏറ്റവും കുഞ്ഞൊരു ബോട്ടലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഏറ്റവും മുകളിൽ ഞാൻ കണ്ടില്ല ഗ്ലിറ്റേർഡ് ഫോം ഷീറ്റ് റൗണ്ടിന് ചെയ്ത് അതങ്ങ് അടച്ച് വെച്ച്. ഇനിയെന്ന് വെച്ചാൽ ലൈറ്റ് ബ്ലൂ കളർ കൊണ്ട്, ആ ബ്ലൂ കളറാകുമ്പോൾ കുറച്ചും കൂടി ഒരു അട്രാക്ഷൻ. ഏത് കളർ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം, പക്ഷേ ഇവിടെ ഞാൻ ബ്ലൂ കളറാണ് ഇട്ടത്. അപ്പം ബ്ലൂ കളറിൽ നമ്മൾ ആ ഒരു ക്രിസ്റ്റൽ വർക്ക് ചെയ്യാനായിട്ടാണ്. നമ്മളിപ്പം ഡിസൈൻ അറിയണമെന്നില്ല, വരയ്ക്കാൻ അറിയണമെന്നില്ല, വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. എങ്കിലും നല്ല ഭംഗിയായിട്ടാണ്. ഇതിന് മുൻപേ ഒരു ഇതുപോലെ പ്ലേറ്റ് ഡിസൈൻ ഞാൻ ഇതുപോലെ ചെയ്തിരുന്നു. അതുപോലെ തന്നെ സെയിം നമുക്ക് ഇതിപ്പം ബ്ലൂ കളറിനെ അത് പിങ്ക് കളറായിരുന്നു. പിങ്ക് കളർ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കളറുമാണ്. അപ്പോൾ ഇത് ബ്ലൂ കളറാണ്. അപ്പോൾ ഇതിൽ കുറച്ചും കൂടി എടുത്ത് അറിയത്തക്ക വിധത്തിൽ ചെയ്യാനായിട്ടാണ്. ഇത് സിമ്പിളായിട്ട് റൗണ്ട് കളറും സ്ക്വയർ കളറും സ്ക്വയറിൻ്റെ മാത്രമാണ് ഞാൻ ഈ ക്രിസ്റ്റൽസ് വെച്ച് യൂസ് ചെയ്യുന്നത്. ചുറ്റും റൗണ്ട് ചെയ്ത് ഒട്ടിച്ച് അതിനോരോരോ ഗ്യാപ്പിൽ വെച്ച് വെറുതെ ഡിസൈനായിട്ടൊന്നും ചെയ്യുന്നില്ല, വെറുതെ ഒട്ടിച്ചെടുക്കുന്ന മാത്രമേ ഉള്ളൂ. പക്ഷേ നല്ല ഭംഗിയോടെ നമ്മളത് ചെയ്യുമ്പോൾ നമ്മൾ തന്നെ ചെയ്തതാണോ എന്നുകൂടി അറിയാൻ വയ്യാത്ത വിധത്തിലാണ് നല്ല ഭംഗിയോടെ നമുക്ക് ഒരു ചെറിയ ബോട്ടിൽസുകൾ ഇതുപോലെ കൈ കിട്ടുന്ന ബോട്ടിൽസുകൾ നമുക്ക് തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പം അതിൻ്റെ ഓരോ ഗ്യാപ്പിൽ ഓരോന്ന് നമ്മൾ ഒട്ടിച്ചൊട്ടിച്ച് മുകളിലോട്ട് വരുമ്പോൾ ആ ഒരു ഗ്യാപ്പ് അനുസരിച്ച് ഒട്ടിച്ചൊട്ടിച്ച് വരുമ്പം തന്നെ ഓൾറെഡി ഡിസൈൻ ആയിക്കഴിഞ്ഞ്. ഇത് സ്ക്വയർ ക്രിസ്റ്റൽസിൻ്റെയാണ്. അതുപോലെ ഓരോ സൈഡിൽ എവിടെയൊക്കെയാണോ നമുക്കത് ചെയ്യാൻ പറ്റുന്നത് അവിടെയെല്ലാം ഓരോന്ന് ആ ഒരു ഗ്യാപ്പിൽ കണ്ടില്ല, ഒരു ഗ്യാപ്പിൽ ഓരോ ഒട്ടിച്ച് വരുമ്പം അത് തന്നെ ഒരു ഡിസൈൻ ആയിക്കഴിഞ്ഞ്. ഏത് സൈസ്, പല സൈസ് ക്രിസ്റ്റൽസും ഉണ്ട്. ഇത് റൗണ്ടും സ്ക്വയറിൻ്റെ മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ അത് വെച്ച് ഒരു ഡിസൈൻ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ വരയ്ക്കുന്നതിലുമൊക്കെ കൂടുതൽ കുറച്ചും കൂടി ഒരു എഫക്റ്റീവായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഭംഗിയോടുകൂടി കണ്ടില്ലേ, നല്ല ഭംഗിയോടുകൂടി നമുക്കത് ചെയ്തെടുക്കാൻ പറ്റി. മനോഹരമായിട്ട് ഇതിൻ്റെ ഏറ്റവും മുകളിൽ ഞാൻ ഇതിൻ്റെ ആ ഒരു റൗണ്ടാണ് അത് ഒട്ടിച്ചെടുക്കാൻ. ഏറ്റവും മുകളിൽ ചെറിയ ക്രിസ്റ്റൽസാണ്, ഏറ്റവും താഴെ ഏറ്റവും വലിയ ക്രിസ്റ്റൽസും മുകളിൽ ഏറ്റവും ചെറിയ ക്രിസ്റ്റൽസും വെച്ചാണ് ഒട്ടിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ അതിൻ്റെ ആ ഒരു സൈഡിൽ വൈറ്റ് ഗ്ലിറ്റേർഡ് ഷീറ്റാണ് ഒട്ടിച്ചത്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും അവിടെ വേണമെങ്കിൽ ഞാനൊരു ലോട്ടസ് ചെയ്യാമെന്നാണ് കരുതിയത്. പക്ഷേ അപ്പോൾ അതിനായിരിക്കും കൂടുതലൊരു എടുപ്പ്. ഇപ്പോൾ ഈ ഒരു ക്രിസ്റ്റലിൻ്റെ ഒരു ഭംഗി അറിയണമെങ്കിൽ അത് ക്രിസ്റ്റൽസായിട്ട് തന്നെ ഇരിക്കണമെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ക്രിസ്റ്റൽസ് മാത്രം ചെയ്ത് വെറും സിമ്പിളായിട്ടുള്ള ഗ്ലിറ്റേർഡ് ഫോം ഷീറ്റ് കൊണ്ട് അതിൻ്റെ മുകളിലത്തെ അടപ്പും ക്ലിയർ ചെയ്തെടുത്തപ്പോൾ മനോഹരമായിട്ടുള്ളൊരു ബോട്ടിൽ ആർട്ട് ആയിക്കഴിഞ്ഞ്. എന്ത് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാമെങ്കിലും നല്ല ഭംഗിയായിട്ട് ഇരിക്കുകയും ചെയ്യും, മനോഹരമാക്കി.